സംസാരിക്കാനായി ഈ മൂവിയിൽ തന്നെ പ്രധാന കഥാപാത്രം ചെയ്ത ശ്രീജിത്തിനെ ഇൻവൈറ്റ് ചെയ്യുന്നു. നമസ്കാരം. പ്രതീക്ഷിച്ചതല്ല, എന്നാലും ഒരുപാട് നന്ദി, ഒരുപാട് സന്തോഷം. ഒരു പുതിയ ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്തപ്പോൾ ഒരു ഭയങ്കര വൈബായിരുന്നു ശരിക്കും. ഡയനെ എനിക്ക് ഒരുപാട് നാളായിട്ട് അറിയാം. പിന്നെ പുള്ളിക്കാരിയുടെ പേരിലൊരു പടം, അങ്ങനെ സൂപ്പർ സ്റ്റാർ കല്യാണി ഒരു ടൈറ്റിൽ റോൾ പോലൊരു പരിപാടി വരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് അറിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം തോന്നിയിരുന്നു ആദ്യം പേഴ്സണലി. പിന്നെ നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് വിളിച്ചപ്പം കുറച്ചുകൂടെ ഹാപ്പിയായി. എന്തായാലും വലിയൊരു വിജയമാവട്ടെ, നല്ലൊരു സിനിമയായിട്ട് സംഭവിക്കട്ടെ. അടുത്തായി നമ്മളോട് രണ്ടു വാക്ക് സംസാരിക്കാനായി ക്യാമറാമാൻ വിപിൻ രാജിനെ ഇൻവൈറ്റ് ചെയ്യുന്നു. മൈക്ക് പിടിച്ച് ശീലമില്ല, ക്യാമറയുടെ പുറകിൽ ഇതാണ് ശീലം. അഭിനയിച്ച് കുറച്ചൊക്കെ വളരെ സന്തോഷമുണ്ട്. ഒരു മികച്ച ഒരു അത്യാവശ്യം നല്ലൊരു സിനിമ സംഭവിച്ചിരിക്കുകയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ തിയേറ്ററിലെത്തും. പിന്നെ എല്ലാവർക്കും നന്ദി. പ്രൊഡ്യൂസർ സാർ, രജീഷ് ചേട്ടൻ, ഈ സിനിമ എന്നെ ഏൽപ്പിച്ച രജീഷ് ചേട്ടൻ, പിന്നെ നമ്മുടെ കൺട്രോൾ കുട്ടൻ ചേട്ടൻ, ആൻഡു ചേട്ടൻ, എല്ലാവർക്കും, ചേട്ടന്മാർക്കും എല്ലാ ചേച്ചിമാർക്കും സോറി, ഓക്കെ, അത്രയൊക്കെ ഉള്ളൂ. നന്ദി. അടുത്തായി രണ്ടു വാക്ക് സംസാരിക്കാനായി ഇതിൽ മറ്റൊരു പ്രധാന കഥാപാത്രം ചെയ്ത ബിബിൻ ബെന്നിയെ ഇൻവൈറ്റ് ചെയ്യുന്നു. ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പോൾ കൂടുതൽ സംസാരിക്കാനായിട്ട് വാക്കുകളൊന്നും കിട്ടുന്നില്ല. ഈ സിനിമ എന്തായാലും വലിയൊരു വിജയമാകട്ടെ. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണുക. ഓക്കെ. അടുത്തായി സിനിമയുടെ ഡിസ്ട്രിബ്യൂട്ടറായ ശ്രീജിത്തിനെ ഇൻവൈറ്റ് ചെയ്യുന്നു. പുള്ളി ഒരു ഡയറക്ടർ കൂടിയാണ്. ഗുഡ് ഈവനിങ്. കൃപാനന്ദി സിനിമാസിൻ്റെ 12ാമത്തെ സിനിമയാണ് സൂപ്പർ സ്റ്റാർ കല്യാണി. ഈ സിനിമ ഒരു നല്ല വിജയത്തിൽ എത്തട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. നന്ദി. അടുത്തായി ഈ വർഷത്തെ ഫിലിം ക്രിറ്റിക്സ് അവാർഡ് നേടിയ NN ബൈജുവിനെ ഇൻവൈറ്റ് ചെയ്യുന്നു. വളരെ സന്തോഷകരമായ ഒരു ദിവസമാണ് അല്ലേ. ഈ സായാഹ്നത്തിൽ എത്തിച്ചേരാൻ കഴിഞ്ഞതിലും ഒക്കെ വളരെ സന്തോഷിക്കുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് നല്ല സിനിമകൾ നിർമ്മിക്കാനായിട്ട് മുന്നോട്ട് വന്ന ഒരു പ്രൊഡ്യൂസർ ജന്മദിനം കൂടിയാണിതല്ലേ. അപ്പോൾ നമുക്ക് നല്ലൊരു കൈകൊടി കൊടുത്തി അദ്ദേഹത്തിന് നമ്മുടെ ജന്മദിനം ആഘോഷിക്കുക. ഈ നിമിഷം നമ്മൾ ഒരിക്കലും മറക്കത്തില്ല. പിന്നെ രജീഷ് രാജിൻ്റെ സിനിമയുടെ യാത്രകൾ, ഞങ്ങളൊക്കെ ഒന്നിച്ച് പോകുന്ന ആൾക്കാരാണ്. ഇപ്പോൾ ക്ലെമൻറ്റ് കുട്ടനായാലും രജീഷായാലും വിപിനായാലും എല്ലാവരും ഒന്നിച്ച് യാത്ര ചെയ്യുന്നവരാണ്. അപ്പം സിനിമയുടെ ഓരോ നിമിഷവും വളരെ കൗതുകത്തോടുകൂടി ഞങ്ങൾ കാണുന്നത്. അതോടൊപ്പം ഈ ഇങ്ങനെ ഒരു നല്ലൊരു കളർഫുള്ളായ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ഈ സിനിമയ്ക്ക് എല്ലാവിധ ആശംസകളും. മനോഹരമായ പാട്ട്, അതിൻ്റെ വിഷ്വൽസ്, എല്ലാവർക്കും ഇതിനകത്ത് അഭിനയിച്ച എല്ലാവരും പേരെടുത്ത് പറഞ്ഞാൽ എല്ലാവർക്കും ആശംസകൾ നേരുന്നു. ഒപ്പം തിയേറ്ററിൽ സൂപ്പർ സ്റ്റാർ കല്യാണി വരാൻ വേണ്ടി കാത്തിരിക്കുന്നു. ഒപ്പം എല്ലാവരും ഈ സിനിമ വിജയമാക്കാനായിട്ട് ശ്രമിക്കണമെന്നും കൂടെ ആശംസിക്കുന്നു. നന്ദി. അടുത്തായി യുവ സംവിധായകൻ വിഷ്ണുവിനെ ഇൻവൈറ്റ് ചെയ്യുന്നു. ആദ്യമായിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വേദിയിൽ സംസാരിക്കുന്നത്. എനിക്ക് അതുകൊണ്ട് തെറ്റുകൾ സംഭവിക്കാം. ഞങ്ങളുടെ ഹോളോകോസ്റ്റ് ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് തന്നെയാണ് സൂപ്പർ സ്റ്റാർസ് കല്യാണിയുടെ ഷൂട്ടിംഗ് നടക്കുന്നത്. നമ്മുടെ ക്യാമറമാൻ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ രജീഷനെയും നമ്മളിപ്പോൾ അടുത്തൊരു പ്രോജക്റ്റ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇതിൽ മീറ്റ് ചെയ്ത് നമ്മൾ വളരെ അധികം കമ്പനി ആയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ സിനിമ വലിയൊരു വിജയത്തിലേക്ക് പോകട്ടെ എന്ന്, അതുപോലെ തന്നെ എൻ്റെ സിനിമ നല്ല വിജയത്തിലേക്ക് വരട്ടെ എന്ന് ഞാൻ ആശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു. അടുത്തതായി യുവ സംവിധായകൻ കൃഷ്ണപ്രസാദിനെ ഇൻവൈറ്റ് ചെയ്യുന്നു. നമസ്കാരം. എൻ്റെ പ്രിയ സുഹൃത്താണ് നമ്മുടെ ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന രജീഷ്. എൻ്റെ അടുത്ത സുഹൃത്താണ്. അദ്ദേഹം ആദ്യമായിട്ട് ചെയ്ത സിനിമ ഒരു കുഞ്ഞു പടമായിരുന്നു, സൂചി എന്നൊരു സിനിമയായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഞാൻ കണ്ട ഈ പാട്ടുകളും എൻ്റെ വിഷ്വൽസും ഒക്കെ ഈ ഒരു സിനിമ വലിയ ഗംഭീരമാണെന്ന് എനിക്കിപ്പോൾ തന്നെ തോന്നുന്നു. ഈ സിനിമ വലിയ ഒരു മികച്ച വിജയമാവട്ടെ. ഇതിൽ പ്രവർത്തിച്ച എല്ലാവർക്കും എൻ്റെ അനുമോദനങ്ങൾ. താങ്ക് യു. അടുത്തതായി നമ്മുടെ മൂവിയുടെ PRO ശ്രീ ഷേജിനെ ഇൻവൈറ്റ് ചെയ്യുന്നു. നമസ്കാരം.
ഈ വേദിയിൽ നിൽക്കുമ്പോൾ വലിയ സന്തോഷമുണ്ട്. ഒരുപാട് ഓഡിയോ ലോഞ്ചൊക്കെ പങ്കെടുത്തിട്ടുണ്ട്, കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് നിർമ്മാതാവിൻ്റെ ബർത്ത്ഡേ ഇവിടെ ഓഡിയോ ലോഞ്ചിൽ ആഘോഷിക്കാൻ പറ്റി. അത് എൻ്റെ 10-15 വർഷത്തെ സിനിമാ ജീവിതത്തിനിടയിൽ ആദ്യമായിട്ടാണ്. അതിൽ സന്തോഷമുണ്ട്. പിന്നെ രജീഷ് ഇന്നെൻ്റെ സ്റ്റോറി പറഞ്ഞത് ചിത്രാഞ്ജലി കാക്കനാട് സ്റ്റുഡിയോയിൽ വെച്ചായിരുന്നു. അപ്പോൾ ഞാൻ സൂപ്പർ സ്റ്റാർ കല്യാണി എന്ന് കേട്ടപ്പോൾ എനിക്ക് സിനിമയ്ക്കുള്ളിലെ സിനിമ അതാകാം, ഇപ്പം മിക്ക സിനിമയിലും അതാണല്ലോ കഥാതന്തു. അപ്പോൾ അതാണെന്ന് വിചാരിച്ചു. ഈ സൂപ്പർ സ്റ്റാർ എന്ന പേര് കേട്ടപ്പോൾ അത് തോന്നി. പക്ഷേ പറഞ്ഞു വന്നപ്പോഴാണ് ഒരു പെൺകുട്ടിയെ കേന്ദ്രീകരിച്ചുള്ള കഥയാണ്. അതിൻ്റെ വേറെ കഥാതന്തുവിലേക്ക് ഞാൻ പോകുന്നില്ല, മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിൻ്റെ വേറെ തരം. അപ്പം അത് അങ്ങനെ ഒരു വിഷയം വന്നിട്ടില്ല മലയാള സിനിമയിൽ. അത് ഡയാനാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോൾ വലിയ സന്തോഷമായി. ഡയാനയുടെ പടം ഞാനിപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. അർദ്ധരാത്രിയല്ലേ അങ്ങനെ ചെയ്യുന്നുണ്ട്, ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ഏതായാലും ശ്രീജിത്ത് എന്ന നായകൻ, നിർമ്മാതാവ്, എല്ലാവരെയും കാണാൻ പറ്റി. വർഷങ്ങളായിട്ട് പരിചയമുള്ള ഗായകനോട് നിൽക്കുന്നു ദേവാനന്ദ്. അപ്പം രജീഷ്, അതുപോലെ രജീഷുമായിട്ട് കണക്ട് ചെയ്ത് ശ്രീജിത്തിൻ്റെ ഡിസ്ട്രിബ്യൂട്ടർ, രജീഷിൻ്റെ ആദ്യത്തെ സിനിമ പട്ടം, അത് എനിക്ക് ചെയ്യാൻ പറ്റി. അതിനുശേഷമാണ് എന്നെ ഇത് ഏൽപ്പിക്കുന്നത് ശ്രീജിത്ത് മുഖേന തന്നെ. ഏതായാലും ഇത് ഭംഗിയായി പ്രൊമോഷൻ ചെയ്യണം എന്ന് താല്പര്യമുണ്ട്. റിലീസിംഗ് ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടില്ല. നിങ്ങളുടെ എല്ലാ മീഡിയ സുഹൃത്തുക്കളും അതിൻ്റെ കൂടെ ഉണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. ഇത്തരം ചിത്രങ്ങൾ തിയേറ്ററിലെത്തുമ്പോൾ കൂടുതലായി ശ്രദ്ധ നേടേണ്ടതുണ്ട്. കാര്യം ഈ പാട്ടിൻ്റെ വിഷ്വൽ കണ്ടപ്പോൾ തന്നെ ക്യാമറ വർക്കും അതുപോലെ കോറിയോയൊക്കെ നന്നായിട്ടുണ്ട്. നല്ലൊരു ക്ലാസ് ഫിലിം എന്ന രീതിയിൽ നല്ലൊരു പ്രത്യേകം എടുത്ത് പറയത്തക്ക വിഷ്വൽസ് നല്ല രീതിയിൽ അതിൻ്റെ മ്യൂസിക്കും ഒക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ രജീഷിനും പ്രൊഡ്യൂസർ നമ്മുടെ സൂപ്പർ കല്യാണി ടീമിനും എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. സന്തോഷം. ഓക്കെ. അടുത്തായി നമ്മൾക്ക് നന്ദി അറിയിക്കാനായി EMI എന്ന ചിത്രത്തിൻ്റെ ഡയറക്ടറും പ്രൊഡ്യൂസറും കൂടിയായ ജോബി ജോൺ സാറിനെ ഇൻവൈറ്റ് ചെയ്യാണ്. ഈ മൂവിയുടെ പ്രോജക്ട് ഡിസൈനർ കൂടിയാണ് സാർ. നമസ്കാരം. ഞങ്ങളുടെ ഈ പടം വളരെ പ്രതിസന്ധികളിൽ കൂടെ പല സാഹചര്യങ്ങളിൽ കടന്നുപോയെങ്കിലും അത് ദൈവം കറക്റ്റ് സമയത്തിന് തീർക്കാൻ സഹായിച്ചു. ആദ്യമായി പ്രൊഡ്യൂസറും ഡയറക്ടറും തമ്മിലുള്ള ഒരു കെമിസ്ട്രി ഉണ്ട്. അത് കൃത്യമായി വർക്കൗട്ട് ചെയ്തുകൊണ്ടാണ് ഇത് കൃത്യസമയത്ത് തീരാൻ സാധിച്ചത്. ഇതിന് പ്രധാനമായിട്ട് ഈ മൂവി ജിപ്സം സാം വരാൻ കാരണമായിട്ടിരിക്കുന്ന മനോജ് എന്ന് പറഞ്ഞ് അദ്ദേഹം ഇവിടെ ഒളിച്ചിരിക്കുകയാണ് പറയൽ. ഈ ഒരാളാണ് ഈ മൂവി ഉണ്ടാവാൻ കാര്യം. മെയിനായിട്ടുള്ള ഒരാൾ മനോജാണ്. അദ്ദേഹത്തിൻ്റെ പേര് ഇവിടെ പറഞ്ഞില്ല, അപ്പോൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇതിനോട് സഹകരിച്ച എല്ലാ ആർട്ടിസ്റ്റുകൾക്കും അതിൻ്റെ പ്രൊഡക്ഷൻ ഭാഗത്തുനിന്ന് ഞാൻ എല്ലാവർക്കും പ്രത്യേകമായി നന്ദി പറയുന്നു. കൺട്രോളറുണ്ട്, അപ്പം എല്ലാവരുടെയും ആശംസ പ്രതീക്ഷിച്ചുകൊണ്ട് വീണ്ടും മൂവിയുടെ സപ്പോർട്ട് എല്ലാവരും ഉണ്ടാവണം. നന്ദി, നമസ്കാരം. ഇന്ന് നമ്മുടെ പ്രോഗ്രാമിൽ എത്തിച്ചേർന്ന് പ്രോഗ്രാം അടിപൊളിയാക്കിയ എല്ലാവരോടും എൻ്റെ പേരിലും ഡയറക്ടറിൻ്റെ പേരിലുമുള്ള നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു. ഹലോ പ്രിയമുള്ളവരെ, ഞാനാണ് ഈ പടത്തിൻ്റെ കൺട്രോളർ. അപ്പോൾ ഇതുവരെയും ഇത്രയും നേരം ഞാൻ അവിടെ ഉണ്ടായിരുന്നു. എല്ലാം ഹാപ്പിയായിരുന്നു, എല്ലാം സന്തോഷമായിരുന്നു. നമ്മുടെ പ്രൊഡ്യൂസറെ പറ്റിയും മനോജേട്ടനെ പറ്റിയും രജീഷ്, അതുപോലെ ഡയാന, ശ്രീജിത്ത്, ദേവാനന്ദേട്ടൻ, അതുപോലെ സുരേഷ് ഏട്ടൻ, ആൻഡ്രോസിൻ്റെ, പിന്നെ ജോബി ചേട്ടൻ, ബിബിൻ, അവൻ വിളിച്ച് നിൽക്കുകയാണ് ഇവിടെ. അപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു. ഇത്രയും മനോഹരമായിട്ട് എല്ലാ കാര്യങ്ങൾക്കും ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ സഹപ്രവർത്തകരും എല്ലാവർക്കും നമ്മൾ ഇത്രയും ഒരു പവർ എനർജി ഉള്ള ഒരു മൂവി എന്ന് പറയുന്നത് സൂപ്പർ സ്റ്റാർ കല്യാണമാണ്. ഇത് ഷൂട്ടിംഗ് ചെയ്ത സമയത്ത് ഞാൻ ഒരുപാട് പേരെടുത്ത് എല്ലാവരുടെ അടുത്തും ഡയാന അടുത്ത് വരാൻ എന്തൊക്കെ പറഞ്ഞു, അത് ക്ഷമിക്കുക. ശ്രീജിത്തിനോട് സംസാരിച്ചിട്ടുണ്ട് വാഗമണിൽ വെച്ച്, സോറി ക്ഷമിക്കുക. അതുപോലെ രജീഷിനോടായാലും ആരോടായാലും ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ക്ഷമ വയ്ക്കണം. കാരണം ഇതൊരു സൂപ്പർ ഹിറ്റ് ഒരു സാധനമാണ്. ഇത് വമ്പൻ ഒരു വിജയത്തിലേക്ക് പോകുന്നൊരു സാധനമാണ്. അപ്പോൾ ഇത്രയും നേരം എനിക്ക് സംസാരിക്കാനോ അല്ലെങ്കിൽ വേറെ ഒന്നിനോ ഞാനൊന്നിനും വന്നിട്ടില്ല. അതുപോലെ എനിക്ക് അങ്ങനെ ഒരു താല്പര്യം ഇല്ലാത്തൊരാളാണ്. എന്നാലും ഇത്രയും നല്ലൊരു മൂവി ഞങ്ങൾ കുറച്ച് പ്രതിബദ്ധതകളുണ്ടായിരുന്നു. വാഗമണ്ണ് ഷൂട്ട് ചെയ്തപ്പോൾ ഡയാനയ്ക്കായാലും ശ്രീജിത്തിനായാലും ഒരുപാട് ഇഞ്ചുറീസൊക്കെ ഉണ്ടായി. പക്ഷെ അതൊന്നും ഇവിടെ നമ്മൾ ഇതാക്കുന്നില്ല. എന്നാലും നല്ല രീതിയിലുള്ള പാട്ടുകളും ദേവാനന്ദേട്ടൻ്റെ പാട്ട് സൂപ്പറായിട്ടോ. അങ്ങനെ ഈ മൂവിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും സപ്പോർട്ട് ചെയ്ത എൻ്റെ സഹപ്രവർത്തകർ, അതായത് നമ്മുടെ ടീമിൻ്റെ സഹപ്രവർത്തകർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട്, പിന്നെ പ്രത്യേകിച്ച് പ്രൊഡ്യൂസർക്കും എൻ്റെ എല്ലാവിധ ആശംസകളും എല്ലാം ഞാൻ അറിയിക്കുകയാണ്. കാരണം ഇങ്ങനെ ഒരു പ്രൊഡ്യൂസറെ ഈ സൂപ്പർ സ്റ്റാർ കല്യാണിക്ക് കിട്ടിയതിന് ഞാൻ അത്രയധികം ഞാൻ സന്തോഷിക്കുകയാണ്. ഓക്കെ, താങ്ക് യു സർ.
സോ നമ്മുടെ സൂപ്പർ സ്റ്റാർ കല്യാൺ എന്ന മൂവി നല്ലൊരു വിജയമാവട്ടെ. എല്ലാ ആശംസകളോടും പ്രാർത്ഥനയോടും എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. താങ്ക് യു. നമുക്ക് ടീ കുടിക്കാം.